ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് ജീവിതത്തിലൂടെ സാക്ഷ്യം എന്ന വിഷയമാണ്. ആധാര വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. യേശു ആഴമുള്ള ആത്മീയ സത്യങ്ങൾ സാധാരണ ഉദാഹരണങ്ങളിലൂടെ പഠിപ്പിച്ചു. അതിലൊന്നാണ് ഉപ്പിന്റെ ഉദാഹരണം. ഉപ്പ് ചെറുതാണ്, സാധാരണവുമാണ്, പക്ഷേ അതിന് വലിയ പ്രഭാവമുണ്ട്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് യേശു പറയുന്നതിലൂടെ നാം ജീവിതത്തിലൂടെ സാക്ഷ്യം വഹിക്കേണ്ടവരാകുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഉപ്പ് നൽകുന്ന 4 ജീവിത സാക്ഷ്യങ്ങൾ ധ്യാനിക്കാം. 1. ഉപ്പ് കാരമുള്ളതാകണം. ഉപ്പിനെ ഉപ്പാക്കുന്ന രാസഘടനയാണ് കാരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പുറമെയുള്ള ഘടന ഉപ്പിന്റെ രൂപം മാത്രമാണ്. ഉള്ളിലുള്ളതാണ് കാരം, അതാണ് രുചി പകരുന്നത്. അതുപോലെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനിലേക്ക് ഊതിയ ദൈവിക അംശമാണ് മനുഷ്യനെ ജീവനുള്ള ദേഹിയാക്കിയത്. നമ്മിലെ ദൈവിക അനുഭവം നഷ്ടമാകാതെ ലോകത്തിൽ സാക്ഷ്യമുള്ളവരാകുക. 2. ലയിച്ചു ചേരുന്നതിലൂടെ രുചി പകരുന്നതായിരിക്കണം. ഉപ്പ് തൻ്റെ ഭാഗ്യഘടനയും രൂപവും ഇല്ലാതെയാക്കി മറ്റൊന്നിലേക്ക് ലയിച്ചു ചേരുന്നു. താനായിരിക്കുന്ന ഇടങ്ങളിലെ രുചി ഇരട്ടിപ്പിക്കുന്നു. രുചി വെടിഞ്ഞ് രുചി പകരാനുള്ള സന്ദേശമാണ് നോമ്പ് നൽകുന്നത്. നമ്മിലെ ദൈവികതയും മനുഷ്യത്വവും നാം ആയിരിക്കുന്ന സമൂഹത്തിലേക്ക് പകർന്നു നൽകാൻ നമുക്ക് സാധിക്കട്ടെ. 3. ഉപ്പ് ജീർണത അകറ്റുന്നു, ജീവൻ സംരക്ഷിക്കുന്നു. ജീർണതയ്ക്ക് കാരണമാകുന്ന ഘടകങ്ങളെ ഇല്ലാതാക്കുന്നു. ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഉള്ളിലും ചുറ്റും സംരക്ഷണ കവചം തീർക്കുന്നതിലൂടെ അത് നശിച്ചു പോകാതെ സൂക്ഷിക്കുവാൻ ഉപ്പിന് കഴിയുന്നു. ഉപ്പൊരു മരുന്ന് കൂടിയാണ്. മണ്ണിന്റെ ഘടനകളെയും ഉപ്പ് ക്രമപ്പെടുത്താറുണ്ട്. ജീർണതയ്ക്ക് വിധേയമാകാതെ ഒന്നിനോടും അനുരൂപപ്പെടാതെ ഉപ്പാകുന്നത് കൊണ്ട് ഉടമ്പടിയുടെ അടയാളമായും സാക്ഷ്യമായും ഉപ്പിനെ ഉപയോഗിക്കപ്പെടുന്നു. സമൂഹത്തെ നശിപ്പിക്കുന്ന ജീർണതയുടെ ഘടകങ്ങളെ തിരിച്ചറിഞ്ഞ് നന്മയുടെയും ജീവന്റെയും അനുഭവത്തിലേക്ക് നയിക്കുന്നവരായി നമുക്ക് നമ്മുടെ സാക്ഷ്യ ജീവിതം നയിക്കാം. 4. ബാഹ്യ സ്വാധീനത്താൽ ഉപ്പിന്റെ കാരം നഷ്ടമാകാതെ സൂക്ഷിക്കണം. ഘടകങ്ങളായ ധാതുക്കളുമായി ചേർന്ന് ആയിരിക്കുന്നതിലൂടെയോ ഏറെക്കാലം ഉപയോഗമില്ലാതെ കൂടിക്കിടക്കുന്നതിനാലോ ഉപ്പിന്റെ ലവണാംശം ഇല്ലാതെ പോകാം. ഇങ്ങനെ സംഭവിച്ചാൽ പുറമേയുള്ള രൂപം ഭംഗിയുള്ളതാണെങ്കിലും രുചി നഷ്ടപ്പെട്ടതായിരിക്കും. അതിനാൽ വഴി ചവിട്ടുവാനുള്ള വസ്തു മാത്രമായി ഉപ്പ് മാറുന്നു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് നാം ആയിരിക്കുന്ന ജീവിത ചുറ്റുപാടുകൾ നമ്മെ സ്വാധീനിച്ചാൽ നമ്മിലെ ദൈവിക ഭാവം നഷ്ടപ്പെടുകയും സാക്ഷ്യമില്ലാതെ ആവുകയും ചെയ്യും. എന്നാൽ ദൈവത്തോട് ചേർന്ന് എന്നും നിൽക്കാൻ ഇടയാകണം. ദൈവികതയെ നഷ്ടപ്പെടാതെ നാം ആയിരിക്കുന്ന സമൂഹ ചുറ്റുപാടിൽ പങ്കുകാരായി നന്മയും ദൈവിക മൂല്യങ്ങളും അവയുടെ ജാലക ശക്തികളായി തീരുവാൻ ഈ നോമ്പുകാലത്ത് നമ്മെ ശക്തീകരിക്കട്ടെ.